കുൽധരയിലേക്കാണ് എൻ്റെ യാത്ര. ചരിത്രപ്രസിദ്ധമായ രാജസ്ഥാനിലെ കുൽധര ഗ്രാമം. പ്രേതഗ്രാമം എന്നറിയപ്പെടുന്ന കുൽധര ഇന്ത്യയിലെ മോസ്റ്റ് ഹോണ്ടഡ് വില്ലേജുകളിൽ ഒന്നാണ്. അത്ഭുതങ്ങളുടെയും നിഗൂഢതകളുടെയും ഗ്രാമമായ കുൽധരയിലേക്ക്, അതിൻ്റെ ചരിത്രത്തിലേക്കും ഞാൻ യാത്ര ചെയ്യുകയാണ്. 200 വർഷം മുമ്പ് 84 ഗ്രാമങ്ങളുടെ കേന്ദ്രസ്ഥാനമായ പട്ടണമായിരുന്നു കുൽധര. ബ്രാഹ്മണ സമുദായത്തിലെ പലിവാൽ സമുദായക്കാർ 1291 സ്ഥാപിച്ച പട്ടണം. ക്ഷേത്രങ്ങളും നാട്ടുകൂട്ടത്തറയും സമ്പന്നതയും നിറഞ്ഞു നിന്ന കുൽധര. സർപഞ്ച് അഥവാ ഗ്രാമമുഖ്യൻ്റെ വീടാണിത്. കുൽധാര ഒറ്റ രാത്രി കൊണ്ട് പ്രേതനഗരമായി തീർന്ന കഥ ഈ വീട്ടിൽ നിന്നുമാണ് ആരംഭിക്കുന്നത്. 1825 ജയ്സാൽമീർ രാജാവിൻ്റെ ദിവാനായിരുന്ന സലാം സിംഗ് കുൽധാര സന്ദർശിക്കുന്ന വേളയിൽ സർപഞ്ചിൻ്റെ മകളെ കണ്ട് അവളെ സ്വന്തമാക്കണമെന്ന ആഗ്രഹം സർപഞ്ചിനെ അറിയിച്ചു. എന്നാൽ 5 ഭാര്യമാരും 57 വയസ്സുമുള്ള ദിവാന് കല്യാണം കഴിച്ചു നൽകുവാൻ അവർക്ക് സാധിക്കില്ല എന്നവർ അപേക്ഷിച്ചു. എന്നാൽ അതിനു ദിവാൻ കുൽധാര ആക്രമിക്കുമെന്ന മറുപടിയാണ് നൽകിയത്. വംശപരമായും സാമൂഹികപരമായും അഭിമാനം കൊള്ളുന്ന പലിവാല ബ്രാഹ്മണർ തങ്ങളുടെ മകളെ സംരക്ഷിക്കുന്നതിനായി ഒറ്റ രാത്രി കൊണ്ട് ആ ഗ്രാമം ഉപേക്ഷിച്ചു പോകുവാൻ തീരുമാനിച്ചു. കുൽധാരയടക്കം 84 ഗ്രാമങ്ങളിലെയും ആളുകൾ 1824 ബുദ്ധ പൂർണിമ നാളിൽ തങ്ങളുടെ ഗ്രാമം വിട്ട് പലായനം ചെയ്യുകയാണ് ചെയ്തത്. ഒരു പെൺകുട്ടിക്ക് വേണ്ടി ഒരു ഗ്രാമം തെച്ച വേദനയും സഹനവുമാണ് കുൽധാര. രജപുത്ത് ശൈലിയിൽ നിർമ്മിച്ചിരിക്കുന്ന ഹവേലിയും സർപഞ്ചിൻ്റെ ഭവനവും ക്ഷേത്രവുമെല്ലാം ഇന്നും രാജസ്ഥാൻ സർക്കാർ ടൂറിസത്തിനായി സംരക്ഷിച്ചിരിക്കുകയാണ്. എന്നാൽ ഇന്നും വൈകിട്ട് 6 മണിക്ക് ശേഷം മനുഷ്യർ കുൽധരയിൽ നിന്നും ഒഴിഞ്ഞു പോകുന്നു. ഇന്ത്യയിലെ പ്രേതഗ്രാമമായ കുൽധരയുടെ മണ്ണിൽ നിൽക്കുമ്പോൾ മകളുടെ സംരക്ഷണത്തിനായി തങ്ങളുടെ കുലദേവതയുടെ വിഗ്രഹവുമായി പലായനം ചെയ്തു പോയ 20,000-ലധികം വരുന്ന പാലിവാല ബ്രാഹ്മണരുടെ വേദനകളെപ്പറ്റി ചിന്തിച്ചു പോകുന്നു. 13-ാം നൂറ്റാണ്ടിലെ പ്രൗഢഗംഭീരമായ ഹവേലിയും സർപഞ്ചിൻ്റെ ഭവനവും നാട്ടുകൂട്ടത്തറയും ക്ഷേത്രവും പുറമേ മിനുക്കുപണികൾ ചെയ്ത് നിലനിർത്തിയിരിക്കുന്നു. എന്നാൽ മറ്റു ഗ്രാമങ്ങളെല്ലാം പാടെ തകർന്നിരിക്കുന്നു. കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങൾ മാത്രം നിറഞ്ഞ ഗ്രാമക്കാഴ്ച തികച്ചും ശ്മശാനമോഹമായൊരു അന്തരീക്ഷമാണ് സൃഷ്ടിക്കുന്നത്. ദുരൂഹതയും നിഗൂഢതയും നിറഞ്ഞ കുൽധരയിലേക്ക് എത്തിച്ചേരുവാൻ ജയ്സൽമീറിൽ നിന്നും മരുഭൂമിയിലൂടെ ഏകദേശം 30 കിലോമീറ്ററോളം പടിഞ്ഞാറോട്ട് സഞ്ചരിക്കണം. പ്രേതഗ്രാമമായ കുൽധര രാജസ്ഥാൻ ടൂറിസം ഭൂപടത്തിൽ ഇന്നൊരു മുഖ്യ പങ്ക് വഹിക്കുന്നു. നിരവധി സഞ്ചാരികളാണ് കുൽധരയെ എത്തിച്ചേരുന്നത്.